മിക്കൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പം പുറത്ത് നല്ല മഴയാണ്. ആമിക്ക് കുറച്ച് കുറവുണ്ട്, ഒരാശ്വാസമുണ്ട് ഇപ്പം ഇന്നേക്കൊക്കെ. എന്നാലും അവളവിടെ കിടക്കന്നെ, ഇടയ്ക്കൊന്ന് ഓടി വരും. അപ്പോൾ മഴയായിട്ട് പുറത്തേക്കൊന്നും ഇറങ്ങണില്ല മിക്കു. എന്തിനേലും പറഞ്ഞവൻ ചെറിയ കുട്ടികളെ പോലെ ഇങ്ങനെ വാശി പിടിക്കുകയുള്ളൂ. അപ്പോൾ ഞാനേ അവൻ്റെ ചീപ്പാണത്, അതെടുത്തിട്ട് ഇങ്ങനെ ഇതാക്കി കൊടുത്ത് അവനൊരു ആശ്വാസമാണ്. അപ്പോൾ ആമി അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നത് ഇരിക്കുകയാണേ, അവൾക്കും ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. മിക്കു എന്താണെന്നറിയോ, അവൻ പറഞ്ഞത് എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ അവൻ വേറെ എന്തെങ്കിലും എടുത്തിട്ട് ഓടും. നമ്മളതിനെ ഇങ്ങോട്ട് ഒരു ഇതാക്കും, ദേഷ്യം പിടിപ്പിക്കും അവൻ. ഇനിയിപ്പോൾ എന്താ വിളിച്ചാൽ ബെഡിൽ കയറിയിട്ടില്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ തലനെടുത്തിട്ട് ഓടാൻ നോക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വികൃതി വേഷങ്ങൾ അവൻ ഒപ്പിക്കും. വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ഇവരേനെയൊക്കെ വളർത്തുമ്പോൾ മനസ്സിൻ്റെ സുഖം, ഞാനെന്ന് പറഞ്ഞാൽ ഒരുപാട് അസുഖങ്ങളിൽ അത്രയും വയ്യാതെ നമ്മൾ ആരോഗ്യമില്ലെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ ഒന്നിനും വഹിക്കില്ലല്ലോ. ഭയങ്കര 20 വർഷം ഞാൻ ജോലി ചെയ്തതായിരുന്നു. അപ്പോൾ ജോലി ഇല്ല എന്നല്ല, പോകാൻ വയ്യ. പിന്നെ ശരീരം കൊണ്ടും വയ്യ, നമ്മൾ ഫിസിക്കലി എല്ലാം നമ്മൾ ടയേർഡാകുമ്പോൾ ഭയങ്കര വിഷമാവും. ഇനി എന്താ ചെയ്യുക വെച്ചിട്ട് അത്രയും വിഷമം വന്നിട്ടും പിന്നെ നമുക്കിപ്പോൾ എല്ലാ വിഷമങ്ങളൊന്നും ആരോടും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴൊക്കെ ഈ ആമി പിന്നെ ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. ഈ മിക്കുവാണ് എൻ്റെ കൂടെ, എൻ്റെ എല്ലാത്തിനും നിന്നിട്ട്. ഞാൻ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഇരിക്കുകയാണെങ്കിൽ അവൻ വന്ന് നോക്കും എന്തെങ്ങനെ ഇരിക്കണതെന്ന്. അത്രയും മിക്കുവിന് മനസ്സിലാവും നമ്മളേനെ. അപ്പോൾ ഇവരേനെയൊക്കെ വളർത്തുന്നവർക്കറിയാം നമ്മളെ എത്ര കണ്ട് അറ്റാച്ച്മെൻ്റ് ആവും നമ്മളെ വീട്ടിലെ പെറ്റ്സും നമ്മളും തമ്മിൽ എന്നുള്ളത്. അവർക്ക് അറിയാം നമ്മളിപ്പോൾ എവിടേക്കെങ്കിലും പോകാൻ തുടങ്ങുകയാണെങ്കിലും വയ്യാതിരിക്കുകയാണെങ്കിലും. അപ്പോൾ ഞാനിങ്ങനെ ഓക്സിജനിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ മിക്കു ആദ്യമൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും വാശി പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ രീതിയിൽ എന്നെ കണ്ടുനോക്കുമ്പോൾ അവൻ എൻ്റെ അടുത്തുനിന്ന് പോയിരുന്നില്ല. ഞാൻ കിടക്കുന്ന കട്ടിലിൻ്റെ താഴെ തന്നെ അവൻ സീറ്റ് പിടിച്ചിട്ട് എന്നെ നോക്കിയിരിക്കുകയായിരുന്നു അവൻ. അത്രയും അവന് വിഷമമായിരുന്നു. എന്നെയൊക്കെ പിടിച്ചു കൊണ്ടുപോകും, പിന്നാലെ വരും അവൻ എന്താ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. ബാത്റൂമിലേക്കൊക്കെ പോകുമ്പോൾ പിടിക്കണമല്ലോ. അപ്പോൾ ഇവൻ എന്താണോ എന്ന് വിചാരിച്ച് കരഞ്ഞ് പിന്നാലെ വരും. അത്രയും സ്നേഹമായിരുന്നു മിക്കുവിന്. ഭയങ്കര വിഷമമാണ്. അപ്പോൾ ചിലപ്പോൾ ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്, നമുക്ക് ഈ ആരോഗ്യം നഷ്ടപ്പെടുമ്പോഴും ഒക്കെ എപ്പോഴും അസുഖമാണ്. ഇപ്പോഴും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളാണ് എനിക്ക്. കൂടുതൽ പണിയെടുക്കാൻ വയ്യ. ഞാൻ ഫസ്റ്റിലൊക്കെ മറ്റേ ചാനലിലൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ അറിയാം എല്ലാവർക്കും, അത് അന്ന് കേട്ടവർക്ക് അറിയാണ്ടാവും എൻ്റെ സംസാരം എങ്ങനെയെന്ന്. ശ്വാസം കിട്ടാതെ ഒരു 2 വാക്ക് പറയുമ്പോഴേക്കും ശ്വാസം എനിക്ക് പറ്റില്ല എടുക്കാൻ. അങ്ങനത്തെ ഇപ്പോഴും സ്റ്റെപ്പ് കയറി പോയാലൊക്കെ അതുണ്ട്. എപ്പോഴും അസുഖമാണെന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുക എന്താണെന്നറിയാം, എന്നും അസുഖമാണെന്ന് പറയും. അപ്പോൾ അത് പേടിച്ചിട്ട് ഞാൻ പറയില്ല. എന്ത് അസുഖം ഉണ്ടെങ്കിലും ഉണ്ടാതെ അത്രയും സഹിക്കാൻ വയ്യെങ്കിലൊക്കെ ഒന്ന് പറയുന്നല്ലാതെ അതിങ്ങനെ എല്ലാതും ഇപ്പോൾ എന്ത് പണിയെടുക്കാനും ഇപ്പോൾ കൂടുതൽ നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാളും കൂടുതലെടുത്താൽ പിന്നെ അന്ന് ഞാൻ വയ്യാതിരിക്കും. കാരണം മസിൽസൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടാവും അന്നത്തെ അസുഖത്തിന് ശേഷം. അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുമ്പോഴൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും എന്തപ്പോൾ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ പിന്നെ ഈ മിക്കുവിൻ്റെ നമ്മൾക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇവരെ നോക്കാൻ പിന്നെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവും. അവർ വാങ്ങുക അവരേനൊന്നും ഇപ്പോൾ എപ്പോഴും കിട്ടില്ലല്ലോ. അവർക്കൊക്കെ ജോലി അവരുടെ ആ ഒരു ഇതിലേക്ക് അങ്ങോട്ട് പോവില്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ എപ്പോഴും ചിന്തിക്കും, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഈ മിക്കുവിനൊക്കെ ആരാളുള്ളത്, ആ രീതിയിലെ ഞാൻ ചിന്തിക്കുക എപ്പോഴും. അതാണ് ഞാനിങ്ങനെ മിക്കു എപ്പോഴും മുഖത്തേക്ക് നോക്കും. ഇങ്ങനെ ഞാൻ എന്തെങ്കിലും ഇങ്ങനെ ഓർത്തിരിക്കുക, എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവൻ ഇങ്ങനെ നോക്കിയിരിക്കും. പിന്നെ അങ്ങനെ വിചാരിക്കും ഞാനിപ്പോൾ എന്തായാലും ഇവർക്ക് വേണ്ടിയിട്ടെങ്കിലും ജീവിക്കണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഒരു സമാധാനപ്പെടും. അത്രയേ ഉള്ളൂ. ഓരോരോ വിഷമങ്ങളും എല്ലാം ഓർക്കുമ്പോൾ ഇവൻ്റെ മുഖം നോക്കുമ്പോഴാണ് പിന്നെയും ഇവർക്ക് ആരാളുള്ളത്, നമുക്കെന്തെങ്കിലും സംഭവിച്ചാൽ അത്ര. പിന്നെ ഇപ്പോൾ ഒന്നും ചിന്തിക്കാത്തവരൊക്കെ ഉണ്ടാവും, പക്ഷേ എനിക്ക് അതിനും പറ്റണില്ല. ഇവനെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അതൊക്കെയാണ് വലിയൊരു. ഇപ്പോൾ പുറത്തൊക്കെ നല്ല മഴയും ഇതൊക്കെയാണ്. ഞങ്ങൾക്ക് ഇനിയിപ്പോൾ പ്രളയം വന്നിട്ടുണ്ടല്ലോ, വെള്ളമൊക്കെ വീടിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ ഇവരെയും കൊണ്ടൊക്കെ ഞങ്ങൾക്ക് പോകണം, പാക്ക് ചെയ്യണം സാധനങ്ങൾ. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇന്നൊക്കെ നല്ല മഴയാണ് പുറത്ത്. പിന്നെ ആമിക്ക് അസുഖമായിട്ട് വല്ലാതെ ഞങ്ങൾക്ക് ഇപ്പോൾ 10 ദിവസമൊക്കെ ആവാറായി. ഇന്നാണ് ഇപ്പോൾ അവളൊന്ന് നീച്ച് നടന്ന് വരികയൊക്കെ ചെയ്യും അടുത്തേക്ക് മെല്ലെ ഇങ്ങനെ വയ്യാതെ. എന്നിട്ടിങ്ങനെ ഭയങ്കര ഒരു വയ്യാത്ത പോലെ തന്നെ, അവൾക്ക് പറയാൻ അറിയില്ലല്ലോ അങ്ങനെ. പിന്നെ ഇവരുടെ രോമം കണ്ടില്ലേ, ഇത് ചെറുതാണ്, കുറ്റിയാണ്. കാരണം അത് കൊഴിയില്ല. അങ്ങനെ നമ്മൾ ഉപ്പിട്ടതൊക്കെ കൂടുതൽ കൊടുക്കുമ്പോഴേ കൊഴിയുള്ളൂ. നല്ല ബലമാണ്. ഈ തലയുടെ ഈ ഭാഗം നല്ല സ്മൂത്താണ്, നല്ല വെൽവെറ്റ് തൊട്ട പോലെയാണ്, അത്രയും സ്മൂത്താണ്. അപ്പോൾ രോമം കൊഴിയില്ലേ എന്നൊക്കെ സംശയം ഉണ്ടാവും എല്ലാവർക്കും വീടിൻ്റെ ഉള്ളിലൊക്കെ ആകുമ്പോഴേ. അങ്ങനെ രോമം കൊഴിയൊന്നുമില്ല. അപ്പോൾ ഇതാ നല്ല ഇരുട്ട് കുത്തിയിട്ടുള്ള മഴയാണ് പുറത്തൊക്കെ. നല്ല മഴ പറഞ്ഞാൽ നല്ല മഴ തന്നെയെന്നൊക്കെ. പുഴയൊക്കെ നിറഞ്ഞു. അത്രയും വെള്ളം വന്നിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഇപ്പോൾ തന്നെ വെള്ളപ്പൊക്കമൊക്കെ വന്നിട്ടുണ്ട്.
ആളുകളൊക്കെ ഇപ്പോൾ ഈ ഒരുവിധ ആളുകളൊക്കെ ഇപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തേക്കാൻ നോക്കിയിട്ടുണ്ടാവും. ഞങ്ങൾക്കും ഇപ്പോൾ അതൊക്കെ തുടങ്ങണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് മഴയത്ത് വന്ന് നോക്കും പുറത്തിങ്ങനെ. ഒന്ന് മൂത്രമൊഴിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് ഓടിപ്പോരും. ആമി അങ്ങനെ തന്നെ.